നമസ്കാരം. 16ാം കേരള നിയമസഭയിലെ ഒരംഗമായി തൃക്കരിപ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ചരിത്രപരമായൊരു മാറ്റത്തിനാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹവുമായിട്ടാണ് നിയമസഭയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി അവിടെ നിർവഹിക്കേണ്ട ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളായി പിന്തള്ളപ്പെട്ടു പോയ ഒരു ജനതയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കും ഇനിയുള്ള 5 വർഷക്കാലം ചെയ്യുന്നത്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിലെ രൂക്ഷമായിട്ടുള്ള ഗതാഗത പ്രശ്നം, റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ടത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹരിക്കേണ്ടതുണ്ട്. മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊക്കെ പരിഹാരം കണ്ടെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഒപ്പം തൃക്കരിപ്പൂരിലെ യുവജനതയ്ക്ക് വേണ്ടി അവിടുത്തെ കായിക രംഗത്തിനു വേണ്ടി ഫുട്ബോൾ അടക്കമുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളിൽ വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടാവും. പുതിയ ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയങ്ങളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ആവശ്യമുണ്ട്. ഒപ്പം ചീമേനിയിലെ നിർദ്ദിഷ്ട IT പാർക്ക്, അതുമായി ബന്ധപ്പെട്ട് പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടി തയ്യാറാക്കി വരികയാണ്. തീർച്ചയായിട്ടും അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ തൃക്കരിപ്പൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്.